മോർണിംഗ്. ഉറങ്ങിയണീച്ചതേ ഉള്ളൂ. ഇപ്പം ഫോണില്ലാന്നല്ലോ. ഞാൻ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയാനാ ഇന്ന് വന്നത്. എന്താണെന്നറിയോ? അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത കാര്യം പറയും. ഓരോരാൾക്ക് ഓരോ തരത്തിലിരിക്കും. അപ്പം നമ്മളേറ്റവും കൂടുതൽ മീൻസ് എൻ്റെ തന്നെ പറയാം, നമ്മൾ എന്ന് വേണ്ട, ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിന് പ്രയാസപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആ നമ്മൾ കേൾക്കുന്ന വിഷയമായിട്ട് നമുക്ക് ഒരു തരത്തിലൊരു ബന്ധം ഉണ്ടാവില്ല. ഒന്ന്, പിന്നെ നമ്മൾ ഒറ്റപ്പെടുത്തൽ, അല്ലെങ്കിൽ നമ്മളെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളെ ട്രേസ് ചെയ്ത് വൃത്തികേട് പറയുക, സെക്ഷൽ ഹരാസ്മെൻറ്റ്, മെൻ്റലി ഫിസിക്കൽ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കെപ്പം വിഷമങ്ങൾ വരുന്നത്. അതാർക്കായാലും അങ്ങനെ തന്നെ ആവാം. എല്ലാവരും പറയും എനിക്കത് പ്രശ്നമല്ല, ഞാൻ മൈൻഡാക്കലില്ല, ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ നമുക്കതെന്തായാലും ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഉള്ളിൽ നമുക്കത് ഉണ്ടെങ്കിലും നമ്മളൊരിക്കലും അത് പുറത്ത് കാണിക്കൂല. എന്നുള്ളൊരു ഭാവത്തിലായിരിക്കും നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ അയ്യോ കേൾക്കാനിട വന്നില്ലേ, എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മളെ അതിട്ട് വല്ലാണ്ടങ്ങ് ഈ മിക്സിയിൽ തേങ്ങയിട്ട പോലെ ഒരവസ്ഥയായിരിക്കും നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരിക്കലും അത് ഫീൽ ചെയ്യണ്ട. കാരണം ഇവരാരും നമ്മളാരുമല്ല. അതായത് പറയുന്നത് അച്ഛനായാലും അമ്മയായാലും നമ്മളെ ഒരു ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളാരുമല്ല, അത് ഉറപ്പാണ്. കാരണം മനസ്സിലാക്കാനും സത്യസന്ധമായ കാര്യം നമ്മളടുത്തുനിന്ന് എടുക്കാനും അല്ലെങ്കിൽ ഉൾക്കൊള്ളാനും എന്താണ് എന്ന് ഒന്ന് ദൂരെ നിന്നിട്ടെങ്കിലും വാച്ച് ചെയ്യാനോ, ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ അത് തിരുത്താനോ കാണിക്കാത്ത ആ ഒരു ബന്ധം എങ്ങനെ നമ്മൾ സ്വന്തമാവുന്നത് അല്ലേ? അപ്പം ഞാനിങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അയ്യോ അവരങ്ങനെ ഇവരങ്ങനെ, അല്ലെങ്കിൽ കണ്ടാൽ മിണ്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ ഹർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ വിവരം വെച്ചിട്ട് അവരും ആ കണ്ണിലൂടെ കാണുന്നു. എന്തൊരു കഷ്ടമാണിത്, എന്തൊരവസ്ഥയാണിതെന്ന് ഞാൻ പല 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 സംഭവത്തിനെയും ഇതായിട്ട് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് കാലം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരിക്കലും രണ്ടോട്ടൊന്നല്ല, വർഷങ്ങളായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഏജ് വരുമ്പോൾ, നമുക്കൊരു പക്വത വരുമ്പോഴല്ല നമ്മൾ ചിന്തിക്കുന്നത്. വിഷമായിരിക്കും, പോവില്ല, ഓക്കെ. പക്ഷെ അതാരും അല്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. നേരെ മറിച്ച് ഒരാൾ നമ്മളോട് അതവരങ്ങ് പറഞ്ഞോട്ട് മൈൻഡ് ചെയ്യണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക, അന്ന് മൈൻഡ് ചെയ്യണ്ട എന്ന് പറയാൻ കാണിക്കുന്നുണ്ടെങ്കിൽ അവരായിരിക്കും നമ്മളെ ബന്ധു. ജസ്റ്റ് പറയുന്നതുകൊണ്ടല്ലോ, അതായിരിക്കണം ബന്ധു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ആരുമല്ലാത്ത ആൾക്കാർ എന്ത് പറഞ്ഞാലും അത് നമ്മളെ ബാധിക്കില്ല. അത് ഓഫീസായിക്കോട്ടെ, പബ്ലിക് സ്പേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീടായിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബമായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ലോകത്താരും ആയിക്കോട്ടെ, നമ്മൾ ഒരു തരത്തിലും നമുക്ക് സമാധാനം തരുന്നില്ല. നമ്മളെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുക, നമ്മളെ പിന്നെയും കുത്തി മലയാളത്തിൽ പറയില്ലേ പുണ്ണ് കുത്തുന്നത്, ആ പുണ്ണ് കുത്തുന്ന ടൈപ്പ് ആൾക്കാർ നമ്മളാരുമല്ല. 100% ഉറപ്പാണ്, നമ്മളാരുമല്ല, ആരുമല്ല. ഇപ്പോൾ ചില വളരെ ഇമ്പോർട്ടൻ്റായ ചില കേസിലെല്ലാം ആൾക്കാരെ കൊണ്ടുപോകുമ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവരെ മക്കളോ ഫ്രണ്ട്സൊക്കെ നിൽക്കുന്നതാണ്. അവർ ചെയ്തത് തെറ്റായിരിക്കാം, ആരായാലും. പക്ഷെ ആ തെറ്റ് പറ്റിപ്പോയി. എന്നാലും ചില പബ്ലിക് പ്ലേസിൽ അവരെ കൂടെ അവരെ മക്കളെയോ ഫ്രണ്ട്സിനോ കാണുമ്പം ഞാൻ മനസ്സിൽ കാണും, തെറ്റും ശരിയും
തെളിയുമായിരിക്കും. പക്ഷേ വന്നു പോയ ആ ഒരു സംഭവം വന്നു പോയെങ്കിലും ഇത്രയും പബ്ലിക് ഇല്ലതും ഇല്ലാത്തതും വെച്ച് ചെളി എറിയുമ്പോഴും, കാരണം ചെയ്തത് മാത്രമല്ലല്ലോ കേൾക്കുന്നത്, കുറച്ചും കൂടി മസാല ഉണ്ടാവും. അതാണ് അതിൻ്റെ കറക്റ്റ്. ഈ മസാലേൻ്റെ കൂടെ ഉള്ളത് അതിൻ്റെ 10 ഇരട്ടിയാവും. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അതാണ്. അപ്പോൾ ഈ മസാലയും കൂടി വരുമ്പം അത് ആ അനുഭവിക്കുന്ന നിമിഷങ്ങൾ അനുഭവിക്കുന്നവർക്കേ അറിയൂ. ഇതിൻ്റെ പേര് നമ്മളെ നാട്ടിൽ വേറെയാണ്. അതിപ്പോൾ പരസ്യമായിട്ട് പറയാനും പറ്റൂല. അത് എന്നെ ഒരു മണിക്കൂറായിട്ട് എൻ്റെ പരിസരത്ത് നിന്ന് പോകുന്നില്ല. ഇതിൻ്റെ പേരാണ് വേട്ടാവളിയൻ. അങ്ങനെ കുറേ നേരം എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. വേട്ടാളയം 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 എന്നിങ്ങനെ പറയും. അപ്പം ആ മസാല ചേർക്കലിൻ്റെയും കൂടെ ഭയങ്കരമായിട്ട് ആരെങ്കിലും ഫ്രണ്ടോ മകനോ മകളോ ഭർത്താവോ അല്ലെങ്കിൽ സുഹൃത്തോ ആരെങ്കിലും ഇത് കുത്തിയ ഭയങ്കര വേദന, അത് എന്നെ തന്നെ കുത്താനാണല്ലോ എല്ലാവർക്കും താല്പര്യം. അപ്പം അങ്ങനെ നിൽക്കുമ്പം ആ പ്രതിസന്ധി ആ വ്യക്തിക്ക് തരണം ചെയ്ത് കിട്ടും. അപ്പം അത് തന്നെയാണ് ബന്ധം എന്ന് വെച്ച് ആരും അങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണമെന്നോ അല്ല പറയുന്നത്. വന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ അറിഞ്ഞും കൊണ്ടാണെങ്കിൽ അർഹതപ്പെട്ടത് കിട്ടട്ടെ, അല്ലാത്തതാണെങ്കിലും ആ ഒരു സംഭവം നമുക്ക് തരണം ചെയ്ത് കിട്ടുമ്പോൾ, അതിന് നമ്മളെ കൂടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് വാട്ട് ഈസ് ദി നെക്സ്റ്റ് എന്ന് ചോദിക്കാനുള്ള ആ ഒരു മനസ്സുള്ള ആളായിരിക്കും എപ്പോഴും നമ്മളെ ബന്ധു, നമ്മളെ സ്വന്തം എന്ന് പറയുന്നത് അവർ തന്നെയായിരിക്കും. അല്ലാതെ കുത്തി നോവിച്ച് പുണ്ണിൽ കുത്തി നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് ഹരാസ്മെൻറ്റ് ചെയ്ത് ഇത് നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്ന. അപ്പോൾ ഇപ്പം ഞാനൊരു തീരുമാനം എടുത്തു. എന്താണെന്നറിയാം, ഈ ലേറ്റായിട്ടാണെങ്കിലും ഈ വൈകി വന്ന തീരുമാനം ഇങ്ങനെയാണ്. അതായത് സപ്പോർട്ട് എന്നൊന്നും വേണ്ട, പക്ഷേ ആരുമല്ലാത്തവർ, അത് ബന്ധങ്ങളെ പേരൊന്നും പറഞ്ഞിട്ടല്ല, ആരുമല്ലാത്തവരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അതിന് ആരായാലും ഈ ആരും അല്ലാത്തത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ആരും അല്ലാത്തത് എപ്പോഴാണ് ആവുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആരും അല്ലാത്തവർ, അതായത് ഞാനിപ്പോൾ പറയാൻ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം ലൈഫിൽ ഇതനുഭവിക്കുന്ന കുറേ ആളുണ്ടാവും മുന്നേ. ഇപ്പം എനിക്കിപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. ഇത് തിരിച്ചറിയാൻ പറ്റാണ്ട് ഈ വേദന അനുഭവിക്കുന്ന ഒറ്റപ്പാടാണ് ഈ സമൂഹത്തിൽ. എസ്പെഷ്യലി ലേഡീസ് ആയാലും ആൺകുട്ടികളായാലും ഭർത്താവായാലും ഭാര്യയായാലും എല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മൾ ആരും അല്ലാത്ത ഒരാളെ ഒരു ഇതും നമ്മളടുത്ത് കാണിക്കാത്ത ഒരാളെ, അല്ലെങ്കിൽ അതല്ലാത്ത ഒരാൾ, അവർ നമ്മൾ ആരുമല്ല. അപ്പം ആരുമല്ല എന്ന് ചിന്തിച്ചാൽ തന്നെ നമ്മൾ കുറേ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് വരും. അതായത് നമുക്ക് പിന്നെ അതിലും കൂടുതൽ നമുക്ക് എന്തെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മളെ ലിസ്റ്റിൽ എന്ന് നോക്കാമല്ലോ. ഈ എത്രയോ ജനങ്ങൾ പിന്നെ ബന്ധുക്കളായാലും നാട്ടുകാരായാലും പിന്നെ പ്രേമം കണ്ട നാട്ടുകാരായാലും നമ്മളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അതിൽ ഒരാളുണ്ടോയെന്ന് നോക്കിയാൽ മതി. ആ ആളെ നമുക്ക് ഒന്ന് നോക്കിയെടുക്കാം, അതിൽ നമുക്കൊരു കുഴപ്പമില്ല. അതായത് ഈ ഇത്രയും വലിയ വനാന്തരത്തിൽ ഏതെങ്കിലും ഒരു പൂവുണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കിയെടുക്കുന്നതിനും അതൊന്ന് ആസ്വദിക്കുന്നതിനും ഒരു തെറ്റുമില്ല. അത് മതി ഹാപ്പി ആവാൻ. അല്ലാണ്ട് ആരും അല്ലാത്തവരെ നമ്മൾ എന്തിനു മൈൻഡ് ചെയ്യണം? വീട്ടിലായാലും പുറത്തായാലും ആരും അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം അങ്ങ് വിട്ടേക്ക്. ജീവിതത്തിൽ ഒറ്റപ്പെടലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഇത്രയേ പറയാനുള്ളൂ, ആരും അല്ലാത്തവരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട.
ആരും അല്ലാത്തവരിൽ ആയിത്തീരുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞത്. അങ്ങനെയുള്ള കേസുകൾ നമ്മളങ്ങ് വിട്ടേക്ക്, ഒരു തരത്തിലും മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, ശ്രീലുമൈ ലൈവ്. പ്ലീസ് വാച്ച് മൈ യൂട്യൂബ് ചാനൽ ശ്രീലുമൈ ലൈവ്.